ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 12 ആൻഡ് അതർ ഈസ് ഭരണഘടനാ ഭേദഗതിക്കകത്ത് 101ാമത്തെ ഭേദഗതിയും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളുമാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? ഇന്ത്യൻ സർക്കാരും പാർലമെന്റും സംസ്ഥാന സർക്കാരും നിയമസഭയും ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ആർട്ടിക്കിൾ 12ന്റെ ഒരു എക്സ്പ്ലനേഷൻ. അതായത് ആർട്ടിക്കിൾ 12 എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾ ഉൾപ്പെടുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസഭ, പാർലമെന്റ്, സംസ്ഥാന മന്ത്രിസഭ, നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പദത്തിൽ വരുന്നത്. കേന്ദ്ര മന്ത്രിസഭ, പാർലമെന്റ്, സംസ്ഥാന മന്ത്രിസഭ, നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രം. സ്വകാര്യ സ്ഥാപനങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ 4 പോയിന്റ്സ് കൃത്യമായിട്ട് ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നതിനകത്ത് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഇന്ത്യൻ സർക്കാരും പാർലമെന്റും, അതായത് യൂണിയന്റെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും, അതാണ് ഒന്നാമത്തെ പോയിന്റ്. അതായത് ഇന്ത്യൻ സർക്കാരും പാർലമെന്റും, അതായത് യൂണിയന്റെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും. രണ്ടാമത്തെ പോയിന്റ്, ഓരോ സംസ്ഥാനത്തിന്റെയും ഗവൺമെന്റും അതിന്റെ ലെജിസ്ലേച്ചറും, അതായത് സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും. അതായത് ഇന്ത്യൻ സർക്കാരും ഓരോ സംസ്ഥാന സർക്കാരും, അതാണ് 1-2 പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ പ്രദേശത്തിനുള്ളിൽ എല്ലാ പ്രാദേശിക മറ്റ് അധികാരികളും. നാലാമത്തെ പോയിന്റ്, എല്ലാ പ്രാദേശിക അധികാരികളും ഇന്ത്യൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ആണ്. പ്രാദേശികമായിട്ടുള്ള ഇന്ത്യയുടെ പ്രദേശത്തിനകത്തുള്ള എല്ലാ പ്രാദേശികമായിട്ടുള്ള മറ്റ് അധികാരികളും, എല്ലാ പ്രാദേശിക അധികാരികളും മറ്റ് അധികാരികളും ഇന്ത്യൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. സംസ്ഥാനം എന്ന പദത്തിൽ എക്സിക്യൂട്ടീവ് യൂണിയന്റെയും സംസ്ഥാനത്തിൻ്റെയും നിയമനിർമ്മാണ അവയവവും ഉൾപ്പെടുന്നു. അതിനാൽ ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് കോടതികൾ മുൻപാകെ വെല്ലുവിളിക്കാവുന്നതാണ്. അപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ വരില്ല. കാരണം പൂർണ്ണമായും സ്വയംഭരണ അധികാരമുള്ള സ്വകാര്യ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ ആർട്ടിക്കിൾ 12 ഉൾപ്പെടുന്നതല്ല. അപ്പം നമ്മളുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പം ഓരോ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടും കേന്ദ്രവുമായി ബന്ധപ്പെട്ടും അതിൽ ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ടും സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിന് അണ്ടറിൽ വരത്തില്ല, സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരത്തില്ല. കാരണം പൂർണ്ണമായിട്ടും സ്വയംഭരണ അധികാരമുള്ള സ്വകാര്യ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ ആർട്ടിക്കിൾ ഉൾപ്പെടുന്നില്ല? 12 ഉൾപ്പെടുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആർട്ടിക്കിൾ 12ന്റെ കീഴിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നിയമത്തിലൂടെയോ അല്ലെങ്കിൽ സർക്കാരിലൂടെയോ സ്ഥാപിതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആർട്ടിക്കിൾ 12ന്റെ അണ്ടറിൽ വരുന്നതാണ്. നിയമത്തിലൂടെയോ സർക്കാരിലൂടെയോ സ്ഥാപിതമായത്. രണ്ടാമത്തത്, പൊതു കടമകൾ നിർവഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നു? ആർട്ടിക്കിൾ 12ന്റെ അണ്ടറിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ആണ്, സർക്കാരിന്റെ ഗണ്യമായ ധനസഹായമോ നിയന്ത്രണമോ ഉള്ളവ ഏതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്? ആർട്ടിക്കിൾ 12ൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആർട്ടിക്കിൾ 12ന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്? നിയമത്തിലൂടെയോ സർക്കാരിലൂടെയോ സ്ഥാപിതമായത്. പൊതു കടമകൾ നിർവഹിക്കുന്നവ. മൂന്നാമത്, സർക്കാരിന്റെ ഗണ്യമായ ധനസഹായമോ നിയന്ത്രണമോ ഉള്ളവയാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് ഒന്നുകിൽ സർക്കാരിന്റെ ധനസഹായമോ നിയന്ത്രണമോ ഉള്ളവയായിരിക്കണം, അല്ലെങ്കിൽ നിയമത്തിലൂടെയോ സർക്കാരിലൂടെയോ സ്ഥാപിതമായവയായിരിക്കണം പൊതു കടമകൾ നിർവഹിക്കുന്നത്. അല്ലാതെ സ്വയം ഭരണ അധികാരമുള്ള സ്വകാര്യ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ഏതിനകത്ത് ഉൾപ്പെടുന്നില്ല? ആർട്ടിക്കിൾ 12നകത്ത് ഉൾപ്പെടുന്നില്ല. അപ്പൊ നോക്കിക്കേ, ഇന്ത്യൻ ഭരണഘടനയുടെ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? ഇന്ത്യൻ സർക്കാരും പാർലമെന്റും. ഓപ്ഷൻ 1 പറഞ്ഞിരിക്കുന്നത്, ഓപ്ഷൻ 1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സർക്കാരും പാർലമെന്റിന്റെ സംസ്ഥാന സർക്കാരും നിയമസഭയും അത് വരുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും വരുന്നുണ്ട്. പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാ അധികാരികളും വരുന്നുണ്ട്. സ്വയംഭരണ സ്ഥാപനം, അതായത് സ്വയംഭരണ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 12ന്റെ പരിധിയിൽ വരുന്നില്ല സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളോ കോർപ്പറേഷനുകളോ അതൊക്കെ ഇതിന്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ആർട്ടിക്കിൾ 12ന്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായാലും ഉദ്യോഗസ്ഥരായാലും ഏതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്? ആർട്ടിക്കിൾ 12ന്റെ അണ്ടറിൽ വരുന്നുണ്ട്. പക്ഷേ സ്വയംഭരണ സ്ഥാപനങ്ങളൊന്നും ഏതിന്റെ അണ്ടറിൽ വരുന്നില്ല എന്ന കാര്യം നമ്മൾ ഓർത്ത് വെച്ചേക്കണം.
ആർട്ടിക്കിൾ 12 പ്രകാരം വരുന്നില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പം സർക്കാരും പാർലമെന്റും സംസ്ഥാന സർക്കാരും നിയമസഭയും വരുന്നുണ്ട്. ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും ഉണ്ട്. പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൊതു അധികാരികളും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇതിനകത്ത് വരുന്നുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് തന്നെ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു പോയിന്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2016 ഭരണഘടനയുടെ 101 ഭേദഗതി നിയമം. 101 എല്ലാവർക്കും അറിയാവുന്നതാണ് പോയിന്റുകൾ. ചരക്ക് സേവന നികുതി ബില്ല്. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: മന്ത്രിസഭാ അംഗങ്ങളുടെ 15% പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ വിഭജിക്കുക, സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റ് പിന്നോക്കക്കാർക്ക് സംവരണത്തിനുള്ള വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം പിന്നെന്താണ് 101 ഭേദഗതി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? GST ബില്ലുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് പോയിന്റിലേക്ക് നമുക്കൊന്ന് പോകാം. GST ബിൽ ലോക്സഭ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് അവസാനമായിട്ട്, കാര്യം കുറേ പ്രാവശ്യം ഇതിനകത്ത് എഡിഷനും ആദ്യമായിട്ട് ആരംഭിച്ചതൊക്കെ കുറേ ഒരു ലോങ് പ്രോസസ് ആയിരുന്നു GST ബിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ GST ബില്ല് ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8 GST ബിൽ അവസാനമായിട്ട് പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ മാസം 8 രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ് എത്രയാണ്? സെപ്റ്റംബർ മാസം 8 രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന കാര്യം കൂടെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നിലവിൽ വന്നത് 2017 ജൂലൈ മാസം 1 നിലവിൽ വന്നു 2017 ജൂലൈ 1. രാഷ്ട്രപതി പ്രണബ് മുഖർജി ആയിരുന്നു ആ ഒരു ടൈമിൽ. 122 ഭേദഗതി ബില്ലായിരുന്നു നമ്മുടെ ഈ 101 ഭരണഘടനാ ഭേദഗതി എന്ന് പറയും. എത്രാമത്തെ ബില്ലാണ്? 122. അപ്പം അവസാനമായിട്ട് പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8 ആണ്. നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഇനി അപ്പോൾ ഓരോന്ന് ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാവുന്നതാണ്. 89 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നും വേർതിരിച്ചതാണ് 89 ഭരണഘടനാ ഭേദഗതി. എത്രാമത്തെയാണ്? 89 ഭരണഘടനാ ഭേദഗതി. പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ സ്പ്ലിറ്റ് ചെയ്ത് SC കമ്മീഷൻ എന്നും ST കമ്മീഷൻ എന്നും നാഷണൽ ലെവലിൽ രണ്ടായിട്ട് തരംതിരിച്ച ഭേദഗതിയാണ് 2003 89 ഭരണഘടനാ ഭേദഗതി എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. ഇനി 65 ഭരണഘടനാ ഭേദഗതി ആണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തത്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി 1990 65 ഭരണഘടനാ ഭേദഗതി ആണ്. 1990 65 ഭരണഘടനാ ഭേദഗതിയാണ്. ലോക്സഭയിലെ പരമാവധി അംഗസംഖ്യ 525 നിന്നും 545 ഉയർത്തിയ ഭേദഗതിയാണ് 31 ഭരണഘടനാ ഭേദഗതി 1973. ലോക്സഭയിലെ പരമാവധി അംഗസംഖ്യ 525 നിന്ന് 545 ഉയർത്തി 31 ഭരണഘടനാ ഭേദഗതി പ്രകാരം ആണ്. ഇനി കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 1972 29 ഭേദഗതി പ്രകാരം. 1972 29 ഭേദഗതിയാണ് കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾ. എത്രാമത്തെ പട്ടികയിൽ? 9ാമത്തെ പട്ടികയിൽ. 9ാമത്തെ പട്ടിക എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് 1951 ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന അമെൻമെന്റ് ചെയ്ത സമയത്ത് വന്നതാണ് അല്ലെ. അപ്പം ഇവിടെ നമ്മൾക്ക് പറയുന്ന കാര്യം നമ്മുടെ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു 9ാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തി. എത്രാമത്തെ ഭേദഗതി? 29. മനസ്സിലായോ? കേരള ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 9ാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 29ാമത്തെ ഭേദഗതി 1972. ദേശീയ പിന്നോക്ക കമ്മീഷൻ ഭരണഘടനാ പദവി നൽകിയത് 102ാമത്തെ ഭേദഗതി പ്രകാരം ആണ്. അത് 123ാമത്തെ ബില്ലാണ്. അപ്പൊ ദേശീയ പിന്നോക്ക കമ്മീഷൻ 102ാമത്തെ ഭേദഗതിയാണ്. അതുമായി ബന്ധപ്പെട്ട ബില്ല് ഏതാണ്? 123ാമത്തെ ബില്ല്. എന്താണ്? ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകി 102 ബില്ല് 123. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു 2018 ഓഗസ്റ്റ് 11 ദേശീയ പിന്നോക്ക കമ്മീഷന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 338, ആർട്ടിക്കിൾ 366. അതായത് 102ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ പിന്നോക്ക കമ്മീഷൻ എന്ത് ലഭിച്ചു? ഭരണഘടനാപരമായിട്ടൊരു പദവി ലഭിച്ചു. 338 ഭേദഗതി ചെയ്തു, 366
16-ലും ഭേദഗതി ചെയ്തു. പുതുതായിട്ട് നിലവിൽ വന്ന ആർട്ടിക്കിൾ 338B ആണ്. 338B എന്താണ്? ദേശീയ പിന്നോക്ക കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു 338B. പിന്നെ 342A എന്ന് പറഞ്ഞിരിക്കുന്ന പുതിയൊരു ആർട്ടിക്കിളും നിലവിൽ വന്നു. 342Aയും 338Bയും ആണ് ദേശീയ പിന്നോക്ക കമ്മീഷനുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് 338Bയും 342Aയും ആണ്. ഒന്നുകൂടെ പറയാം. ദേശീയ പിന്നോക്ക കമ്മീഷൻ ഭരണഘടനാ പദവി നൽകിയത് 102ാമത്തെ ഭേദഗതിയാണ്. ബില്ല് 123 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു 2018 ഓഗസ്റ്റ് 11-നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾസ് 338ഉം 366ഉം ആണ്. പുതുതായിട്ട് നിലവിൽ വന്നു 338Bയും 342Aയും ആണ്. ഇനി 342A എന്ന് പറഞ്ഞത് ഒരു സംസ്ഥാനം അല്ല എങ്കിൽ കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ വ്യക്തമാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 342Aയിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒരു സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട് സാമൂഹികമായും വിദ്യാഭ്യാസപരവുമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ വ്യക്തമാക്കാൻ ആർക്ക് അധികാരം ഉണ്ട്? രാഷ്ട്രപതിക്ക്. അപ്പൊ GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ 246Aയും 269Aയും ആണ്. 246Aയും 269Aയും ആണ് GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ എന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. 101ാമത്തെ ഭേദഗതിയിലൂടെ റദ്ദ് ചെയ്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 268A ആണ്. 268A 101ാമത്തെ ഭേദഗതിയിലൂടെ റദ്ദ് ചെയ്തു. 268A. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഭേദഗതി വരുത്തിയ പട്ടികകൾ 6ാമത്തെ പട്ടികയിലും 7ാമത്തെ പട്ടികയിലും ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. 6ാമത്തെ പട്ടികയിലും 7ാമത്തെ പട്ടികയിലും GST റിലേറ്റ് ചെയ്ത ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അപ്പം ഇനി GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തു 246A ആൻഡ് 269A. 246A ആൻഡ് 269A. 101ാമത്തെ ഭേദഗതിയിലൂടെ റദ്ദാക്കിയ ആർട്ടിക്കിൾ 268A. ഭേദഗതി വരുത്തിയ പട്ടികകൾ 6ഉം 7ഉം ആണെന്ന കാര്യവും നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. അപ്പം നോക്കാം. 2016 ഭരണഘടനയുടെ 101ാമത്തെ ഭേദഗതി നിയമം എന്താണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരക്കു സേവന നികുതി ബിൽ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ച് വെച്ചിരിക്കുക. അപ്പം പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ദേശീയ വിഭജനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മന്ത്രിസഭാംഗങ്ങളുടെ 15% ലെജിസ്ലേറ്റീവ് അംഗങ്ങളുടെ വലിപ്പം പരിമിതപ്പെടുത്തുക എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് നിങ്ങളൊന്ന് താഴെ ആർട്ടിക്കിൾ അല്ല അമെൻമെൻറ്റ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കണ്ടന്റാണ് അതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ OBCയുടെ സംവരണത്തിനുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ എല്ലാം വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് ടെലഗ്രാമിൽ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 45 ഡേയ്സ് സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടാണ്. PDF-ഉം റെക്കോർഡ് വീഡിയോയും അവൈലബിൾ ആയിരിക്കും. ഡെയിലി പഠിക്കാനുള്ള ടൈം ടേബിളും അവിടെ അവൈലബിൾ ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇത്രയും ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള 208 ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വിഷയങ്ങളായിരിക്കും ഡെയിലി തരുന്നത്. ഓക്കെ, താങ്ക്